നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ പെൺകുട്ടിയുടെ ജാതകം അപൂർവങ്ങളിലെ അപൂർവമായ ജാതകമാണ്. സൗഭാഗ്യവതിയാണ് ഈ കുട്ടി. അന്നവസ്ത്രലാഭവും സമ്പത്തും ദാമ്പത്യ സുഖവും ഒത്തുചേർന്ന് ഐശ്വര്യപ്രദമായ ഒരു ജീവിതമായിരിക്കും ഈ കുട്ടിയുടേത്. ഇനി ഈ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? സ്വാമി, അത് പറഞ്ഞോളൂ. സ്വാമി, ഇവൾ എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ മകന്റെ ഭാര്യയാണ്. ഇവൾക്ക് മരിച്ചുപോയവരുടെ ആത്മാക്കളുമായി സംസാരിക്കാൻ സാധിക്കുമെന്നാ പറയുന്നത്. ഇവളുടെ അമ്മായിയമ്മയുമായിട്ട്, അതായത് എന്റെ ഭർത്താവിന്റെ മരിച്ചുപോയ ഭാര്യയുമായി അവള് ഇടയ്ക്കിടെ കാണാറും സംസാരിക്കാറും ഉണ്ടത്രേ. മാത്രവുമല്ല, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനുള്ള സിദ്ധി ഇവൾക്കുണ്ടെന്നാണ് ഞങ്ങളുടെ സംശയം. അങ്ങനെ ഒരു സിദ്ധി അവൾക്കുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ദോഷമായേ വരും. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സവും ആവും. സ്വാമിജി, അതുകൊണ്ട് ഇവക്ക് ഭാവി മുൻകൂട്ടി കാണാനുള്ള സിദ്ധി ഉണ്ടോ എന്ന് സ്വാമിജി വ്യക്തമായിട്ട് നോക്കിയിട്ട് പറയണം. അഥവാ അങ്ങനൊരു കഴിവ് അവക്കുണ്ടെങ്കിൽ അവളിൽ നിന്ന് ഞങ്ങളെ എങ്ങനെ രക്ഷിക്കാനാവും? പ്രഭാവതി, സ്വാമിജി, ഇനിയും ഈ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്ന് വെച്ചാ ഈ പെൺകുട്ടി കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും എന്റെ മുന്നിൽ എന്റെ ആകർഷണ വലയത്തിലിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ആ പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കൂ. അതിനെന്താണ് മാർഗം? എങ്ങനെ അവളെ എനിക്ക് നേരിട്ട് കാണാനാവും? അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന് വെച്ചാ അതത്ര സാധ്യമായെന്ന് വരില്ല സ്വാമിജി. പിന്നെന്ത് ചെയ്യും? ചേച്ചി, ഞാനൊന്ന് പറയട്ടെ? എന്താടാ? ഒരു മിനിറ്റ്. അത് കൊള്ളാം, നല്ല ഐഡിയ ആണ്. എന്താണ് ഐഡിയ? അത് പിന്നെ സ്വാമിജി, അവിടെ വീട്ടില് ചേച്ചിയുടെ ഭർത്താവിന്റെ ഗോപിയളിയന്റെ ഷഷ്ടിപൂർത്തി ചടങ്ങ് നടക്കാൻ പോവാ. അന്നെന്തായാലും ഗണപതി ഹോമം അടക്കമുള്ള ഹോമം പൂജയും നടത്തണം. ആ ഹോമവും പൂജയും സ്വാമിജി നേരിട്ട് വന്ന് നടത്തുകയാണെങ്കിൽ സ്വാമിജിക്ക് പാർവതിയെ കാണുകയും ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കുകയും ചെയ്യാം. ഷഷ്ടിപൂർത്തിക്ക് സ്വാമിജി വരണം. ഞാനോ? എന്താ, സ്വാമിജിക്ക് അതിന് സാധിക്കില്ലേ? പിന്നെന്താ, ഞാൻ അന്നേ ദിവസം വന്നോളാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? ആയിക്കോട്ടെ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.